ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാലിഗയിൽ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം 1-1 എന്ന ഗോൾ സ്കോറിൽ സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. റയൽ മാഡ്രിഡിന് വേണ്ടി കിലിയൻ എംബാപ്പയും അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഹൂലിയൻ ആൽവരസുമാണ് ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിലെ സമനിലയോടുകൂടി ലാലിഗ പോയിന്റ് ടേബിളിൽ 50 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് റയൽ മാഡ്രിഡും 49 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ഒരു ഡെർബി മത്സരം ആയിരുന്നില്ല ഗൈസ്. ഞാൻ പേഴ്സണലി പ്രതീക്ഷ ഉണ്ടായിരുന്നത് അഗ്രസീവായിട്ടുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. പക്ഷെ വെൽ കൺട്രോൾഡ് ആയിരുന്നു. റയൽ മാഡ്രിഡ് ആയാലും അത്ലറ്റിക്കോ മാഡ്രിഡ് ആയാലും എനിക്ക് തോന്നുന്നു ഇനി വരാനിരിക്കുന്ന ബിഗ് മാച്ചസ് ആണ്, ടൈറ്റ് ഷെഡ്യൂളാണ്. ലാലിഗയിലായാലും 45 പോയിന്റുമായിട്ട് ബാഴ്സലോണ മൂന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോപ്പ ഡെൽ റേ മത്സരം സെമി ഫൈനൽ കളിക്കാനുണ്ട്, റയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ അഗെയിൻ. അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റയൽ സോസിഡാഡ് മത്സരം. റയൽ മാഡ്രിഡ് നെക്സ്റ്റ് സിറ്റിക്കെതിരെ മത്സരം. ആ മത്സരത്തിൽ റോഡിഗർ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ്. ഈ ഒരു മാച്ചിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെൻറ്റർ ബാക്കിൽ ചൗമനി അഗെയിൻ വളരെ നിരാശകരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ വാസ്കസിൻ ഈ ഒരു ലൈനപ്പ് വന്ന സമയത്ത് വാസ്കസിനെ കണ്ടവിടെ എനിക്കിപ്പോൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. വലിയ രീതിയിലുള്ളൊരു ബിഗ് മാച്ച് ഇതുപോലെ അത്ലറ്റിക്കോ ആയിട്ട് കളിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആണ് വാസ്കസിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്. റൗൾ അസെൻസിയോ പൊളിച്ചടക്കി എന്ന് തന്നെ പറയാം. അതുപോലെ ഗാഷി ആയാലും മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ആദ്യ ഹാഫ് കഴിഞ്ഞ ശേഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ മോഡ്രിച്ച് വരുവാണെങ്കിൽ ഈ ഒരു മത്സരം ചിലപ്പോൾ നമ്മൾ വിൻ ചെയ്യുമായിരുന്നു. സെബായോസിനെ കൊണ്ടൊന്നും യാതൊരുവിധ ഇമ്പാക്റ്റും ഈ ഒരു മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഫെഡെ വാൽവേർഡിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ മാച്ചിലും മാക്സിമം എന്തൊക്കെ ഈ ഒരു ടീമിന് വേണ്ടി കൊടുക്കാൻ പറ്റുമോ. എനിക്ക് ഈ ഒരു സീസണിൽ ഇതുവരെ ഫോം ഔട്ടായിട്ട് കാണാത്തൊരു പ്ലെയറാണ്, എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ് ഫെഡെ വാൽവേർഡെ. അതും ഇന്ന് പ്രോപ്പർ പൊസിഷനിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്തും വിനീഷ്യസും കുറച്ച് ഡൗൺ ആയിട്ടാണ് എനിക്ക് ഈ ഒരു മത്സരത്തിൽ ഒരു സെൽഫിഷ് ആയിട്ട് തോന്നി. ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. വിങ്ങിലെ കയറി അതുപോലെ ബോക്സിൽ എത്തിക്കഴിഞ്ഞിട്ടും പാസ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയായിട്ടുള്ള ഒരു വിനീഷ്യസിനെയാണ് ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ജൂഡ് ബെല്ലിംഗാം, കിലിയൻ എംബാപ്പെ രണ്ട് കിട്ടിയില്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ റോഡ്രിഗോ ആയാലും. അത്ലറ്റിക്കോയുടെ ഭാഗത്തു നിന്നും ഹൂലിയൻ ആൽവരസ് മികച്ച പ്രകടനമായിരുന്നു. അതുപോലെ ഡിഫൻസീവിൽ ലോറൻ്റെ ഈ ഒരു മത്സരത്തിൽ എനിക്ക് മനസ്സിലാവാത്തത് 4-4-2 എന്ന ഫോർമുലേഷനിലാണ് അത്ലറ്റിക്കോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 സെൻറ്റർ ഫോർവേഡ് ഹൂലിയൻ ആൽവരസ് അതുപോലെ ഗ്രീസ്മാൻ. പക്ഷെ കളി തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് മിഡ്ഫീൽഡിലെ ഒരു LMF അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് ഗ്രീസ്മാൻ കളിക്കുന്നത്. അതുപോലെ റൈറ്റ് വിങ് ബാക്കായിട്ട് കളിച്ച ലോറൻ്റെ സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് കളിക്കുന്നത്. എന്താണ് സിമിയോണിയുടെ ടാക്ടിക്സ് എന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായിരുന്നില്ല. ചിലപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരിക്കാം. പക്ഷേ അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു ഗൈസ്. ഈ ഒരു മത്സരം സമനിലയായി വിവേചിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. റോഡിഗർ പോലെയുള്ള ഒരു സെൻറ്റർ ബാക്ക് ഇല്ലാതെ ഈ ഒരു സെൻറ്റർ ബാക്ക് വെച്ചിട്ട് ഈ ഒരു ഡിഫൻസ് വെച്ചിട്ട് അത്ലറ്റിക്കോയുടെ കൂടെ സമനില പിടിച്ചതിൽ ഞാൻ പേഴ്സണലി ഹാപ്പിയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു മാച്ചിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ഈ ഒരു ഗെയിം പ്ലേ വെച്ചിട്ട് എത്രമാത്രം സക്സസ് ആവും എന്ന് കണ്ട് തന്നെ അറിയണം. നിലവിൽ സിറ്റിയും ഫോം ഔട്ട് ആയതുകൊണ്ട് വലിയ രീതിയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ വരുന്ന സമയത്ത് എന്താകും എന്ന് കണ്ടറിയണം. സിറ്റിയും ഒരുപാട് സൈനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഇപ്പോൾ ഉള്ള ഒരു സ്ക്വാഡ് വെച്ചിട്ട് തന്നെയാണ്. കമവിംഗ തിരിച്ചു വന്നതാണ് കുറച്ചെങ്കിലും ആശ്വാസം തരുന്നത്. ഈ ഒരു മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ 80 മിനിറ്റ് ശേഷം കളിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നില്ല. കാരണം ഇഞ്ചറി കഴിഞ്ഞിട്ട് വന്ന താരമാണല്ലോ. അപ്പോൾ ഗൈസ്, ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.